ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെട്രാടെക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോക്കോ M2 പ്രോൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നിങ്ങൾക്ക് പോക്കോ M2 പ്രോ കിട്ടുക. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ പുറകിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചാർജറിൻ്റെ, പ്രൊസസ്സറിൻ്റെ, ക്യാമറ, ഡിസ്പ്ലേ അതൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോക്സിൻ്റെ പുറകിൽ കാണാം. പിന്നെ ഇത് 6GB 64GB ഗ്രീൻ ആൻഡ് ഗ്രീനർ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് പോക്കോ M2 പ്രോൻ്റെ. പിന്നെ ഫോണൊക്കെ നേരത്തെ പുറത്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു കേസിൻ്റെ അകത്ത് നമുക്ക് ഒരു സിം കാർഡ് ഇജക്ടർ പിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസും ബാക്ക് കേസും കിട്ടുന്നുണ്ട്. അത് ഈ ബോക്സിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ. നോർമൽ ചാർജറിനെക്കാട്ടും കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. നിങ്ങൾക്ക് കാണാം ചാർജറിൻ്റെ ഡീറ്റെയിൽസൊക്കെ, വോൾട്ടേജ്, കറണ്ട് ഡീറ്റെയിൽസൊക്കെ. പിന്നെ ഇതാണ് USB കേബിൾ. USB Type-C ആണ് പോക്കോ M2 പ്രോയിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഫോണിന്. മുകളിലാണ് IR ബ്ലാസ്റ്റർ വന്നിരിക്കുന്നത്. താഴെ USB Type-C പോർട്ട്, സ്പീക്കേഴ്സ്, ഓഡിയോ ജാക്ക് എല്ലാം വന്നിട്ടുണ്ട്. ക്വാഡ് ക്യാമറ സിസ്റ്റമാണ്. 4 ക്യാമറയുണ്ട്. ഒരു കിടിലൻ കളർ തന്നെയാണ് കേട്ടോ, ഗ്രീൻ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. സൈഡ് മൗണ്ട് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിരിക്കുന്നത്. ഇത് ഒരേ സമയം പവർ ബട്ടണും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക്. നല്ല കിടിലൻ ഫോണാണ്. നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഫോൺ പുറത്തെടുത്ത് ലാംഗ്വേജൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. MIUI വേർഷൻ 11 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10. പിന്നെ ചില ബാൻ ചെയ്ത ചൈനീസ് ആപ്സൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണിൻ്റെ എബൌട്ട് ഇൻഫോയിൽ പോയി നോക്കിയാൽ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 64GB വേരിയൻറ്റ്, ആൻഡ്രോയിഡ് വേർഷൻ 10 ആൻഡ് MIUI വേർഷൻ 11. പിന്നെ ഡിവൈസ് മോഡൽ, നെയിം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്ലാഷ് സെയിൽ വഴിയായിട്ടാണ് നമ്മൾ പോക്കോ M2 പ്രോ വാങ്ങിയിരിക്കുന്നത്. 14,999 രൂപയാണ് 6GB 64GB വേരിയൻറ്റിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. പിന്നെ 6GB 64GB അല്ലെങ്കിൽ 6GB 128GB അല്ലെങ്കിൽ 4GB 64GB എന്നീ വേരിയൻറ്റുകൾ പോക്കോ M2 പ്രോയ്ക്ക് ഉണ്ട്. ഇതിൻ്റെ മെമ്മറി 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 5000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും USB Type-C പോർട്ടുമാണ് പോക്കോ M2 പ്രോയ്ക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജസൊക്കെ പോക്കോ M2 പ്രോൻ്റെ ചില സാമ്പിൾ ഇമേജസ് ആണ്. 48 MB ക്യാമറ ആണെങ്കിലും പക്ഷേ 48 MB ഒരു ക്യാമറേൻ്റെ പെർഫോമൻസ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ ക്യാമറ തന്നെ പോക്കോ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറേൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ്. 8 MB ആണ് അൾട്രാ വൈഡ് ക്യാമറ വന്നിരിക്കുന്നത്. 5 MB മാക്രോ ക്യാമറയും 2 MB ഡെപ്ത് ക്യാമറയാണ്. അങ്ങനെയാണ് 4 ക്യാമറ പുറകിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 16 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പുറകിലാണ് ഫ്ലാഷ് വരുന്നത്. പിന്നെ സ്ലോ മോഷൻ, 4K വീഡിയോ റെക്കോർഡിങ് എക്സെട്ര ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 16.9 cm അല്ലെങ്കിൽ 6.67 ഫുൾ HD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 60 Hz ആണ് റീഫ്രഷ് റേറ്റ്. അതുകൊണ്ട് PUBG ഗെയിം പ്ലേ ഒക്കെ സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. 7.5 മണിക്കൂറാണ് PUBG ഗെയിം പ്ലേ ഇതിൽ നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലായിട്ടാണ് വരുന്നത്. ഫോണ് സ്പ്ലാഷ് പ്രൂഫാണ്, പക്ഷേ വാട്ടർ പ്രൂഫ് അല്ല. IR ബ്ലാസ്റ്റർ വന്നിട്ടുണ്ട്. 2 സിം കാർഡും 4G ആണ്. പിന്നെ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് വെയിറ്റ് 200 ഗ്രാമിന് മേലെയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ പഴയ MI ഒരു യൂസറാണ് നിങ്ങളെങ്കിൽ പുതിയൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ MIUI 11 തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു മൊത്തത്തിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ 48 MB ക്യാമറേൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഓവറോൾ ഒരു കിടിലൻ ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അത്രയാണ് നമ്മുടെ പോക്കോ M2 പ്രോൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.